അരിയാടൻ ഷൗക്കത്ത് 2016 തോറ്റയാളാണ്. നല്ല മാർജിനിലാണെന്ന് തോറ്റത്. പക്ഷേ വി പ്രകാശ് വന്നപ്പോൾ നല്ല മത്സരം കാഴ്ചവെച്ചു. പക്ഷേ ആ സമയത്ത് അരിയാടൻ ഷൗക്കത്ത് അദ്ദേഹത്തോട് പെരുമാറിയതും അവരുടെ അകൽച്ചയും, അല്ലെങ്കിൽ വി പ്രകാശ് അത് വലിയ മാനസിക ബുദ്ധിമുട്ടാണ്. ചില വീഡിയോകൾ തന്നെയുണ്ട്, കൈ തട്ടി മാറ്റി ഷൗക്കത്ത് മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ ഷൗക്കത്ത്, ഞാൻ ഇന്നലെ ഇതുപോലെ ചർച്ച നടത്തുമ്പോൾ പറഞ്ഞു, പ്രകാശിൻ്റെ വീട്ടിൽ ഇതുവരെ പോകാൻ പോലും അരിയാടൻ ഷൗക്കത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന വിഷയം ഉയർന്നു വന്ന സാഹചര്യമുണ്ട്. നിരന്തരം ഷൗക്കത്തിനെതിരെ PV അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, UDF സഹകരിക്കാനിരുന്ന ആളാണ് അദ്ദേഹം. അത് വേണമെന്ന് വലിയ തോതിൽ UDF ഒരുപാട് ആളുകൾ, നേതാക്കൾ ആഗ്രഹിച്ചിരുന്നു, പ്രതിപക്ഷ നേതാവ് ഒഴികെ. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷൗക്കത്തിനെ കുറിച്ച് നേരത്തെ ഹാരിസ് പരാമർശിച്ചതേ ഇല്ല എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സ്വരാജിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. ആ പ്രാധാന്യം തൃപ്പൂണിത്തറക്കാർ 5 വർഷം അനുഭവിച്ചിട്ട് അവർക്കത് ബോധ്യപ്പെട്ടില്ല, അവർക്ക് അവരുടെ സേവനം കിട്ടിയില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പലരും പറയുന്നു തൃപ്പൂണിത്തറയിൽ പോയി ഒരു ഓട്ടോറിക്ഷ വിളിച്ചു കഴിഞ്ഞാൽ സ്വരാജിൻ്റെ MLA ഓഫീസ് എവിടെയായിരുന്നു എന്നോ സ്വരാജിൻ്റെ വീട് എവിടെയായിരുന്നോ എന്ന് ഓരോ ഓട്ടോറിക്ഷ ഡ്രൈവർക്കും അറിയില്ല. അവിടുത്തെ ആളുകൾ പറയുന്നതാണ്. പിന്നെ UDF പറയുമ്പോൾ വെറും 125 വോട്ടിനാണ് തോറ്റത്. രാജ്യത്തെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് കേസാണ്. സുപ്രീം കോടതിയിലടക്കം K ബാബു പോയി അദ്ദേഹത്തിനെതിരായ കേസ് റദ്ദാക്കണമെന്ന് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ കേസ് നടക്കട്ടെ എന്നാണ്. മതചിഹ്നങ്ങൾ ദുരുപയോഗിച്ച ഗുരുതര, പണ്ട് PC തോമസിന് സംഭവിച്ചതുപോലെ ഗുരുതരമായ ആക്ഷേപമല്ലേ നേരിടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്.